പറയുന്നത് സതീഷ് വേലൂരാണ്. അധ്യക്ഷനായി ടി.ആർ. രമേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ചിറമൽ നാടകവേദിയുടെ കൺവീനറായിട്ടുള്ള സതീഷ് വേലൂരിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം പറയുന്നു. നമ്മളിവിടെ ഇന്ന് എത്തിച്ചേർന്നത് ഒറ്റക്കാരണം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് ചിറമൽ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും അദ്ദേഹത്തെ സ്നേഹിച്ചവരും അറിഞ്ഞവരും ഒക്കെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല വഴികളിലൂടെയും പല പ്രവർത്തന മേഖലകളിലൂടെയും കടന്നുപോയാലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവർക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു പേരാണ് ശ്രീ ജോസ് ചിറമൽ എന്ന് ആവർത്തിച്ച് ഓരോ വർഷവും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ വേറൊരു മുൻകാല നാടക പ്രവർത്തകർക്കും സംവിധായകർക്കും ഒന്നും ഇല്ലാത്ത ഒരു പ്രാധാന്യം ജോസ് ചിറമലിനുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം പലപ്പോഴും അതിന് പല ഉത്തരങ്ങളാണ് സ്വയം കിട്ടാറുള്ളത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ആദ്യത്തെ ബാച്ചിൽ നാടകം പഠിച്ച ഒരാൾ താൻ പഠിച്ച കാര്യങ്ങൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനായി തുനിഞ്ഞ് ഇറങ്ങുന്നു. ഒരുപക്ഷെ സ്കൂൾ ഡ്രാമ എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇന്നേ വരെ ഇത്രയും വർഷത്തിന് ശേഷവും പുറത്തു വന്നിട്ടുള്ള ഒരു കലാകാരൻ ജനങ്ങളെ അന്വേഷിച്ച് താൻ പഠിച്ച കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തി ഒരു വ്യത്യാസവുമില്ലാതെ ഒരുപോലെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കണ്ട് നാടകവേദിയിലേക്ക് ആളെ കൂട്ടിയ ഒരു നാടകക്കാരൻ ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഓരോ വർഷവും ഓരോ നിമിഷവും ഇപ്പോൾ ജയരാജുകാരൊക്കെ പറയുന്ന ഒരു ദിവസം പോലും ജോസേട്ടനെ ആലോചിക്കാത്ത ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് ഉണ്ടായിരിക്കുകയില്ല. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആലപ്പാട് എന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആദ്യമല്ല എപ്പോഴും ഓർമ്മ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് കുരിശിൻ്റെ വഴി എന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ നടന്ന സ്ഥലത്താണ് ജോസ് ചിറമൽ മരിച്ചു 19 വർഷത്തിന് ശേഷം നമ്മൾ ഒത്തുകൂടുന്നത്. ഈ സ്ഥലത്താണ് അതിൻ്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നത്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ 57 പേർ അറസ്റ്റ് വരിക്കുകയുണ്ടായി. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടകക്കാർ നടത്തിയ ഒരു വലിയ സമരത്തിൻ്റെ ചരിത്രമാണ് ആലപ്പാട്ടെ കുരിശിൻ്റെ വഴി എന്ന നാടകത്തിൻ്റെ അവതരണം എന്ന് പറയാനാവില്ല. ആ ശ്രമം, കാരണം അത് അവതരിപ്പിക്കാനായിട്ട് ഭരണകൂടം അല്ലെങ്കിൽ കേരള പോലീസ് നമ്മളെ അനുവദിക്കുകയുണ്ടായിട്ടില്ല. അതിൽ ആ നാടകത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആലപ്പാട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത് കുരിശിൻ്റെ വഴിയാണ്. അതിനുശേഷം ധാരാളം നാടക പ്രവർത്തനങ്ങൾ ജോസ് ചിറമലുമായി ബന്ധപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ നടത്തിയിട്ടുള്ള മലയാള നാടകവേദിയെ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ മലയാള നാടകവേദിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആലപ്പാട്. എല്ലാ വർഷവും ജോസ് ചിറമൽ സ്മാരക സമിതി സെപ്റ്റംബർ 17 അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ ഒത്തുകൂടുകയും ഒരു പുഷ്പാർച്ചന അല്ലെങ്കിൽ അന്ന് നാടക അവതരണങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ വർഷം സ്മാരകസമിതി തീരുമാനിച്ചു തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജോസ് ചിറമൽ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിച്ച് ഓരോ വർഷവും ജോസ് ചിറമൽ ക്യാമ്പുകൾ നടത്തിയിട്ടുള്ള ജോസ് ചിറമൽ നടന്ന വഴികളിലൂടെ സഞ്ചരിക്കാം എന്ന് തോന്നിയതുകൊണ്ടാണ് ആലപ്പാട് പോലെ ഒരു സ്ഥലം ഇതിനുവേണ്ടി തിരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം.
ഇവിടെ വേദിയിലിരിക്കുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. ശ്രീമതി ജോളി ചിറയത്തുണ്ട്, ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ജോളി ചിറയത്തിന് അത് എല്ലാവരും അറിയാവുന്നതാണ് മലയാളികൾക്ക്. അവരുടെ പുസ്തകം തന്നെ വളരെ എന്താ പറയുക, വളരെയധികം വായിക്കപ്പെടുന്ന നിന്ന് കത്തുന്ന കടലുകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എല്ലാവർക്കും അറിയാം. ഇതിലിപ്പോൾ ജയരാജ് വാര്യരെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ്. എൻ്റെ സുഹൃത്താണ്, ആലപ്പാടിൻ്റെ സുഹൃത്താണ്. അശോകൻ ചെറിയ ചേട്ടനുണ്ട്. ഇവരെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കേരള സാംസ്കാരിക മണ്ഡലത്തിൽ വളരെയധികം അറിയപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാ സാംസ്കാരിക വിഷയങ്ങളിലും ഇടപെടുന്ന ആളാണ് ശ്രീ അശോകൻ ചെരുവിൽ. സുനിൽ സുഗതയുണ്ട്, സുഹൃത്താണ്, അറിയപ്പെടുന്ന നടനാണ്. ഗോപാലൻ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഗോപാലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത് കുറേ കൂടുതലായി പോകും. ഒക്കെ വളരെ പേഴ്സണലായി വളരെ സൗഹൃദമുള്ള ആളുകളാണ്. ടി.ആർ. രമേശ്, ഓഫ് കോഴ്സ്, അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. പാർട്ടിയുടെ ഒരു വക്താവാണെന്ന് അറിയാം. പാർട്ടിയുടെ ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിലൊക്കെ വളരെയധികം ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ചൊന്നും ഈ നാട്ടുകാരോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അത്തരം ഒരു ഉദ്യമത്തിന് ഞാൻ മുതിരുന്നില്ല. ശ്രീ കെ ദിവ്യ ഉണ്ട്, അവരെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ദിവ്യ എത്തിയിട്ടില്ല. ദിവ്യ എന്ന് പറഞ്ഞാൽ എന്നെ വെച്ചിടത്തോളം സുർജിത്തിൻ്റെ പാർട്ട്ണറാണ്. സുർജിത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ദിവ്യമായിട്ട് എനിക്ക് അത്ര പരിചയമില്ല. അതിനെ ഞാൻ ഔപചാരികമാക്കുന്നില്ല. ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും ഇനിയും കുറച്ചുകൂടി ആളുകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. പ്രിയമുള്ളവരെ, ഈ വേദിയും സദസ്സും ഒരുപോലെ സമ്പന്നമാണ്. ജോസ് ചെറുമൻ എന്ന് പറയുന്ന നാടകരംഗത്തെ ആ പ്രതിഭയെ സ്മരിക്കാനാണ് പലരും കേട്ടറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ പ്രഗത്ഭരായ പലരും സംസാരിക്കാനുണ്ട്. അധ്യക്ഷൻ എന്ന നിലയിൽ ഞാനതുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നില്ല. കഴിഞ്ഞ വർഷമാണ് ചാഴൂർ ഗ്രാമീണ നാടകവേദി എന്ന പേരിൽ ഞാനും ബെന്നിയും സുരേഷ് ബാബുവും കാർത്തികേയനും എല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. അങ്ങനെ രൂപം കൊടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുരിശിൻ്റെ വഴി നടന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ആ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജോസ് ചെറുമനിൽ എന്ന് പറയുന്ന നാടകരംഗത്തെ അതുല്യനായ പ്രതിഭയെ അനുസ്മരിക്കാൻ അദ്ദേഹം കുറേ നാളിവിടെ നാടകവുമായി ബന്ധപ്പെട്ട് നിന്നു എന്നതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് വെച്ച് നടത്താൻ അതിൻ്റെ ഭാരവാഹികൾ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണുണ്ടായത്. തീർച്ചയായും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു. അല്ലാതെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാടക പ്രവർത്തകരെയും വേദിയിലിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ചാഴൂർ ഗ്രാമീണ നാടകവേദിക്ക് വേണ്ടി കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സാംസ്കാരിക ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതി ജോളി ചിറയത്തിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, പറഞ്ഞതുപോലെ പ്രഗത്ഭർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ഭയമുണ്ട്. പക്ഷെ അതേസമയം ഒരു സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ കാലം എത്തി നിൽക്കുന്നത് ഒരു പ്രാഗൽഭ്യം ഇല്ലെങ്കിൽ നമുക്ക് ആളാവുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കതിന് പറ്റിയെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉള്ളൊരു ഗൂഢമായ സന്തോഷം. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ നമ്മുടെ റാഡിക്കൽ പെയിൻറ്റേഴ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് അസോസിയേഷൻ്റെ ക്യാമ്പ് നടന്ന സ്ഥലം ഇതാണല്ലോ അല്ലേ? ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടല്ലോ എന്ന്. 89 മറ്റോ തോന്നുന്നു. അപ്പോൾ അതേസമയം ഞാൻ 85-87 കാലഘട്ടമാണ്
SN കോളേജിൽ പഠിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു 90% ഞാൻ അറിയുന്ന മനുഷ്യർ എൻ്റെ സുഹൃത്തുക്കളാണ്. 86 ഞാൻ അതായത് പ്രീ ഡിഗ്രിക്ക് ചേർന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് കുരിശിൻ്റെ വഴിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേൾക്കുന്നത്. അപ്പം അന്ന് എൻ്റെ ചേട്ടൻ ചെറിയ തോതിൽ നമുക്കിങ്ങനെ കാലത്തിനനുസരിച്ച് പലതും ആവാമല്ലോ. അപ്പം അന്ന് എൻ്റെ ചേട്ടൻ യുക്തിവാദിയായിരുന്നു, ഇന്നും ആണ് കേട്ടോ. എന്നാലും ആൾ കോംപ്രമൈസ് ചെയ്തൊരു യുക്തിവാദിയാണ്. അപ്പോൾ ആൾ യുക്തിവാദിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ പാരലായിട്ടാണ് ഒന്ന് കുരിശിൻ്റെ വഴി തടയണം എന്ന് പറയുന്ന പള്ളിക്കാരും അത് നടത്തണം എന്ന് പറയുന്ന യുക്തിവാദികളായിട്ടുള്ള എൻ്റെ ചേട്ടനെ പോലത്തെ. അപ്പം അന്ന് ഞാനിങ്ങനെ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. കാരണം ഇന്നും ലോകം നിങ്ങളുടെയൊക്കെ തന്നെയാണല്ലോ. അപ്പം നാടകമൊക്കെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ കളിക്കുന്നത് സ്കൂളിന് വേണ്ടി കളിക്കുന്ന നാടകമൊക്കെ കണ്ടുള്ളൊരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ എനിക്കതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊന്നും അറിയില്ല. അതേസമയം ഒരു ഭാഗ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ PM ആൻ്റണിയെ പോലെയുള്ളൊരു മനുഷ്യനെയും പിന്നീട് ജോസ് ചെറുമലിനെയൊക്കെ കാണാനുള്ളൊരു ഭാഗ്യവും അവസരമൊക്കെ എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അന്ന് ആ തുടക്കകാലത്ത് 86കളിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇതെല്ലാം കേട്ട് വളരുന്നൊരു പശ്ചാത്തലമായിരുന്നെങ്കിൽ ഇന്ന് തിരിച്ച് നമ്മളെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. അന്ന് കോളേജിൽ നിന്ന് പോലും നമ്മളിതിനെതിരൊക്കെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിനുവേണ്ടി നമ്മൾ നിലപാടെടുക്കണം, നിലകൊള്ളണം. അന്ന് ഈ ചേട്ടന്മാരൊക്കെ സഖാവ് ആണ് ഞങ്ങളുടെ. അന്ന് ഞാനൊരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്ന് ചെല്ലുന്നത്. ഞാനൊരു 2 ബെഞ്ചിൽ ഇങ്ങനെ കാലിട്ട് നിൽക്കുന്നൊരു കാലമാണ്. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് എന്നും അത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയും, നമ്മൾ അതല്ലേ ശരി, കുറച്ച് ഇതല്ലേ ശരി, കുറച്ച് അതല്ലേ ശരി. അപ്പോൾ എനിക്ക് തന്നെ ഒന്നും വ്യക്തതയൊന്നും ഇല്ലെങ്കിലും കുറച്ച് സഖാക്കളായ ചേട്ടന്മാർ പറയുന്നതിൽ അന്ന് സഖാക്കളായ ചേച്ചിമാരും കണ്ടിട്ടില്ല വർത്തമാനം പറയാനായിട്ട്. സഖാക്കളായ ചേട്ടന്മാരൊക്കെ തന്നെയാണ് നമുക്ക് ക്ലാസ് എടുക്കാനൊക്കെ വരുന്നത് അന്ന്. പക്ഷെ അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നു. ഓരോ ലഞ്ച് ബ്രേക്കിനോ 10 മിനിറ്റുള്ള എന്തെങ്കിലും ഇൻ്റർവെൽ ഉണ്ടാവുമ്പോൾ ഇവർ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വരും എന്നുള്ളത് തന്നെയാണ്. ആ സമകാലീന പ്രശ്നങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് എത്തിക്കാനും അതിന്മേലൊരു ഡിസ്കോഴ്സ് ഉണ്ടാക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമങ്ങൾ അന്ന് ക്യാമ്പസിനുണ്ടായിരുന്നു. അതിൻ്റെയും കൂടെ ഗുണം തന്നെയാണ് നമ്മൾ വേറിട്ട് ചിന്തിക്കാനും വേറിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ തയ്യാറായത്. അത് ഇന്ന് നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഇൻട്രാക്ഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പൊസിഷൻ എടുത്താണ്, ശരിയാണ് സഖാക്കൾ പറയുന്നതിലൊരു കാര്യമുണ്ട്, നമ്മൾ ഇവരെ കൂടെ നിൽക്കണം. അപ്പം ഇങ്ങനെയുള്ളൊരു ചെറിയ തോട്ട് പ്രോസസ്സിലൊക്കെ പോയിട്ട് ഞാൻ ഒരിക്കലും നാടകത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. നാടകം ഞാൻ പഠിക്കാനും ശ്രമിച്ചിട്ടുള്ളൂ, ഞാൻ എത്തിയിട്ടില്ല. പിന്നീട് NSDയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ജോസേട്ടനെ കാണുന്നത് അപ്പോഴാണ്. നമുക്കൊരു റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. അന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ് CR രാജൻ, സുർജിത്ത് അവരൊക്കെ, അതുപോലെ തന്നെ ഷാജി വർഗീസ്. അവർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സ്ട്രീറ്റ് പ്ലേസ് ചെയ്യുന്ന ഒരു കാലമായതുകൊണ്ട് ഷാജി പറയാണ് നമുക്ക് ജോസേൻ്റെ അടുത്ത് പോവാം. അങ്ങനെ അന്ന് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അടി പെണ്ണ, നീ എന്തിനാ അവിടേക്ക് പോയി പഠിക്കണേ, നിനക്ക് ഇവിടെ പഠിച്ചാൽ പോരെ, ഇവിടെ ചേർന്നോ. അദ്ദേഹം എന്നോട് പറയുന്നത് അങ്ങനെയാണ്, ക്ലാസ് റൂമിലിരുന്നിട്ടൊന്നും അധികം പഠിക്കാനില്ല, നീ തെരുവിലിറങ്ങിയൊക്കെ പഠിക്കണം. പക്ഷെ എനിക്കന്ന് അത്ര ധൈര്യം പോരാ, അതിനുള്ള വകതരുമില്ല. ധൈര്യത്തിൻ്റെ മാത്രമല്ല, അറിയില്ലല്ലോ അത് സംഗതി എന്താണെന്നുള്ളത്. ഞങ്ങൾ പിന്നെ ചെന്നൈയിലേക്ക് പോയൊരു കാലമായിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അന്നാൾ ഭയങ്കര ടർബുലൻ്റാണ്. നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഭയങ്കര പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുന്നൊരു കാലം. അതേസമയം തന്നെ പിന്നീട് എൻ്റെ NSD പോക്കൊന്നും നടന്നില്ല. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുന്നു. ഞാൻ പിന്നീട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു നാടക സംഘം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൗഹൃദം എന്ന് പറയുന്നത് നാട്ടരങ്ങായിട്ട് ബന്ധപ്പെട്ട ഒരു കാലമായിരുന്നു. നാട്ടരങ്ങായിട്ട് ബന്ധപ്പെട്ട കാലത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അന്ന് നാടകത്തെ കുറച്ചും കൂടി ഗൗരവപൂർവ്വം സമീപിക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യമൊക്കെ വന്നത് അവിടെ നിന്ന് തന്നെയായിരുന്നു. ഞാനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മീഡിയം വേണം, നമ്മളുടേതായ ഒരു എക്സ്പ്രഷൻ. ആ കാലത്ത് കുറേ ചലനങ്ങളുണ്ട്. പെണ്ണെഴുത്ത്, പെൺനാടകം. ആ പെൺനാടകത്തിൻ്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് നാടകം പഠിക്കണം, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം എന്നൊരു ആലോചനയിൽ എത്തുന്നതും അത് നടക്കാതെ പോകുന്നതും. പിന്നീട് ഒരു 1.5 വർഷക്കാലത്തോളം നാട്ടരങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് 2-3 പ്ലേ ചെയ്യാനും നല്ല ഇൻട്രാക്ഷൻസും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും വഴി മാറിപ്പോകുന്നു. 2006 തിരിച്ചു വരുമ്പോഴാണ് പിന്നെ ജോസേട്ടൻ്റെ
മരണം അറിയുന്നത്. എന്ന് വെച്ചാൽ അതൊക്കെ എല്ലാ വർഷം അതേ സമയം തന്നെയാണ് എൻ്റെ അമ്മയും മരിച്ചത്. അപ്പോൾ ഞാനും ആ സമയത്തും ഉണ്ടായിരുന്നു. ഇതാണ് എനിക്ക് ജോസേട്ടൻ എന്നൊരു മനുഷ്യനെ കുറിച്ചുള്ളൊരു ഓർമ്മകൾ എനിക്ക് പേഴ്സണലി പങ്കുവയ്ക്കാനുള്ളത്. പക്ഷെ അതേസമയം ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു കാലത്ത് എല്ലാം നിശബ്ദമാക്കപ്പെടുന്ന ഒരു കാലമാണ്. പ്രതിരോധങ്ങൾ തന്നെ ഇല്ലാതാവുന്ന ഒരു കാലമാണ്. പ്രതിരോധത്തിന് പോയാൽ തന്നെയും ഭയമാണ്. അത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ എല്ലാ നിലയ്ക്കും അത്തരം ഉണർവുകൾ അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു മനുഷ്യനെ, ഇത്തരം മനുഷ്യരെ ഓർക്കുന്നത് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം നമ്മളുടെ ഇത്രയും പേരുടെയും മനസ്സിൽ ഈ ഒരു ഓർമ്മ പുതുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വലിയ തിരിച്ചറിവുണ്ടെങ്കിൽ എത്രയാണെങ്കിലും നിശബ്ദമാക്കുക എന്ന് പറയുന്നത് മാഞ്ഞു പോകലല്ല. എവിടെയോ ഒരു തരി കനൽ ആരുടെയൊക്കെയോ ഉള്ളിൽ എന്നും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു നല്ല ലക്ഷണമായിട്ട് തന്നെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കാലത്തിന്, കാരണം നാടകം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഒപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യരുടെ ശബ്ദമായിട്ടാണ് കണ്ടിരുന്നത്. അതിന് ഇന്നും ആ ഒരു സ്റ്റാറ്റസ് തന്നെ. അതുകൊണ്ടാണ് നാടകം ചെയ്യുന്നവർക്ക് നാടകം ചെയ്ത് ജീവിക്കാൻ പറ്റാത്തത്. പൊതുവെ എല്ലാ ആർട്ട് ഫോമിനും ഉണ്ട്. അതേസമയം തന്നെ നാടകം എപ്പോഴും ഉണ്ടായത് ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യരുടെ ഭാഗത്ത് നിന്നു, ആരുടെ പക്ഷത്ത് നിന്ന് നാടകം സംവദിക്കുന്നു, ആരോട് സംസാരിക്കുന്നു, ആർക്ക് വേണ്ടി സംസാരിക്കുന്നു ഉള്ളൊരു പൊസിഷനുള്ള ഒരു ആർട്ട് ഫോം ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിനെ നമുക്ക് ആ അർത്ഥത്തിൽ കൊണ്ടുപോകാനായിട്ട്. കെട്ടുകാഴ്ചകൾ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ ആരോട് എന്താണ് സംവദിക്കുന്നത്, ആ സംവാദത്തിൻ്റെ തുടർച്ചകൾ പിന്നീട് കാണികളിൽ നടക്കുന്നുണ്ടോ? ഇതായിരുന്നല്ലോ വിഷയം. ഒരു കാലത്ത് നാടകം പറഞ്ഞു വെക്കുക മാത്രമല്ല, അതൊരു കാണികളുടെ ഉള്ളിലൊരു സംവാദമായിട്ട് തുടരുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് അത്രയും പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്നത്. ഇന്ന് നേരെ മറിച്ച് ഈ അടുത്ത കാലത്ത് നമ്മളുടെ നാട്ടിലുണ്ടായ ഒരു നാടകം, അതും കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു നാടകം ബാൻ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് തന്നെ ഇതേ നമ്മൾ മാറി എന്ന് പറയുന്നതും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഒരു ആർട്ടിനെ സംബന്ധിച്ച് ഒരു നമ്മളുടെ സമകാലീന പ്രശ്നത്തെ എന്തും ആയിക്കോട്ടെ അതിനെക്കുറിച്ച് പറയാൻ ഒരുങ്ങുന്നിടത്ത് നിശബ്ദമാക്കപ്പെടുന്നു, അതിന് നമ്മൾ മൗനാനുവാദം കൊടുക്കുന്നു എന്നുള്ളത് ഒരു കലാകാരന്മാർ എന്നുള്ള രീതിയിൽ ഒരു റിഗ്രസീവായിട്ടുള്ളൊരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് മാത്രമേ അത് സഹായിക്കുള്ളൂ. അതല്ലാതെ വേറെ രീതിയിൽ അതിനൊരു ഗുണമില്ല. ഞാൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കി, അതിൻ്റെ മേലെ വന്ന റിലീജിയൻ, ഇതിൻ്റെയൊക്കെ ഭാഗമായി നടക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക വ്യവഹാരങ്ങളിൽ ഒരു പ്രതിപക്ഷത്തിരിക്കാനുള്ള യോഗ്യതയെ ഒരു സ്ത്രീ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ എനിക്ക് എന്നുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആ കാര്യത്തിൽ ഒരു പ്രതിപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നോട്ടങ്ങൾ തന്നെയാണ് എന്നും ഞാൻ കൊണ്ടു നടക്കുന്നത്. ഒരു സാംസ്കാരിക പ്രവർത്തക എന്നൊന്നും എന്നെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഞാൻ കൃത്യമായിട്ടും ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ളൊരു തൊഴിലാണ് ചെയ്യുന്നത്. സിനിമ കലയാണ്, കലാപ്രവർത്തനമാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു സർവൈവലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തൊഴിൽ എന്നുള്ളതിനപ്പുറത്ത് അതൊരു കലാപ്രവർത്തനമല്ല. അതെനിക്കും നിങ്ങൾക്കും അതിൻ്റെ ബോധ്യമുണ്ട്. പക്ഷെ എന്നിട്ടും ഞാനതിനെ മനസ്സിലാക്കുന്നത് എവിടെന്നെങ്കിലും ഉള്ളൊരു വോയിസ്, വ്യത്യസ്തമായൊരു വോയിസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനും കുറച്ച് ആളുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ നിശബ്ദരാക്കപ്പെടുന്നില്ല. നമുക്കത് പ്രിട്ടൻഷ്യലായിട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഈ കാലം അത്തരം പ്രിട്ടൻഷ്യൽസിനെ അധികം ആഗ്രഹിക്കുന്നില്ല, അർഹിക്കുന്നില്ല. കാരണം വിമതത്വമാണെങ്കിലും വിമർശനമാണെങ്കിലും അതിൻ്റേതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സമൂഹവും ഭരണക്രമങ്ങളും നമുക്ക് ഗുണം ചെയ്യില്ല. അൾട്ടിമേറ്റ്ലി സാധാരണ മനുഷ്യന് സമൂഹത്തിന് ഒരു നിലയ്ക്കും ഗുണം ചെയ്യില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എന്ന് നമ്മൾ ജോസ് ചിറമലിനെ പോലെ റെബല്യനായിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളിലൊക്കെ ഉണ്ടാവണം. അതിൻ്റെ തുടർച്ചകളിലേക്കും അതിൻ്റെ ഇടർച്ചകളിലേക്കും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന മനുഷ്യരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു നാടകം, അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണ, അത് നമ്മൾ പരസ്പരം അയവിറക്കുക എന്നുള്ളതല്ല. കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ഒരു പ്രോഗ്രാമുകൾക്ക് നമുക്ക് സാധ്യത ഈ സ്ഥലത്ത് നിന്ന് തന്നെ, പ്രത്യേകിച്ച് ഇതിന് അത്ര ഹിസ്റ്റോറിക്കലി, കാരണം വേറൊരു മനുഷ്യൻ ഇതേ ഒരു ഗ്രാമീണമായിട്ട്
ആർട്ടിനെ എങ്ങനെയാണ് സാധാരണ ജനങ്ങളിലേക്ക് ആർട്ടിനെ എത്തിക്കുക എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഗാലറി കൾച്ചറിന് പൊളിച്ചു വന്ന ഒരു മനുഷ്യനും വില കൊടുത്തു, വലിയ വില കൊടുത്തു. ജോസ് ചിറമൽ എന്നൊരു മനുഷ്യനും അദ്ദേഹം, ഞാൻ കേട്ട കാര്യങ്ങളാണ്, ഞാനിതിനൊന്നും കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അന്ന് ഫോർട്ട് ഫൗണ്ടേഷൻ്റെ ഫണ്ട് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അല്ലെങ്കിൽ അതിന് ശേഷം അദ്ദേഹം പഴയ രീതിയിലുള്ള ഒരു ആർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നില്ല. ഇതൊരു വിമർശനം മാത്രമായിരിക്കും. ഞാനിത് അന്ന് വളരെ ഒരു ടീനേജർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഇന്നും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്കിതൊക്കെ പറയുമ്പോൾ, ഇത്തരം ഫണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ എനിക്ക് ചിരി വരും. നമ്മൾ പല കാര്യത്തിനും ഇന്ന് അത്തരത്തിലുള്ള വിദേശ ഫണ്ടിനെതിരെ ഇറങ്ങി സമരം ചെയ്ത് അറ്റൻഡൻസ് ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റാതെ പോയ ആളുകൾ തന്നെയാണ്. നമ്മളൊക്കെ എവിടെ എത്തിയെന്ന് നമുക്കും അറിയാം. നമ്മളിന്ന് ഒരു ഫണ്ടിനും എതിരൊന്നുമല്ല. ഇന്ന് ഫണ്ടിനെ കുറിച്ച്, മൂലധനത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും ഏത് സംഗതിയാണെങ്കിലും, ഫണ്ടായിക്കോട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയം ആയിക്കോട്ടെ, നിങ്ങളുടെ മതസാമുദായിക താല്പര്യങ്ങളാവട്ടെ, എന്തും ഒരു സമൂഹത്തെ റിഗ്രസീവായിട്ട് നയിക്കുന്നതിനോട് നമ്മളെപ്പോഴും ഒരു പൊസിഷൻ എടുത്തേ പറ്റൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയുന്നു. താങ്ക് യു.